എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസാദ് നൂർനാട്. കഴിഞ്ഞ 28 വർഷക്കാലമായി മലയാള ടെലിവിഷൻ രംഗത്താണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. PRO ആയിട്ടാണ് തുടങ്ങിയത്. സിനിമാ മംഗളം പോലുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയാണ് എൻ്റെ കരിയർ ആരംഭിച്ചത്. അതിനുശേഷം പ്രൊഡക്ഷൻ രംഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സീരിയൽ രംഗത്ത് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ട് ഞാൻ പിന്നെ ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൈരളി TV-യിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു, സൂര്യ TV-യിൽ ഉണ്ടായിരുന്നു, സിയുടെ ഷോസുകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പല പല ചാനലുകളിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വരുന്നൊരു സിനിമ ചെയ്തത്. അതിനുശേഷം OTT-ക്ക് വേണ്ടി കഴിഞ്ഞ കോവിഡ് കാലത്ത് കരുനാഗപ്പള്ളി നാടകശാല കൂട്ടായ്മ നാടക സഖ്യം 100-100ഓളം ആ സമയത്ത് നാടകങ്ങളില്ലാതെ, സ്റ്റേജ് പരിപാടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഞങ്ങളൊരു OTT മൂവി ചെയ്തു. അത് യാദൃശ്ചികമായിട്ട് അതെനിക്ക് സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. അതന്ന് എനിക്ക് തോന്നുന്നു നാടകശാലയുടെ ഒരു ചെറിയ ഒരു ക്യാൻവാസിൽ ഒരുക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ സംവിധായകൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം സെറ്റപ്പ് ശരിയല്ല, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിണങ്ങിപ്പോയി. ആ തലേ ദിവസം രാത്രിയാണ് കൃഷ്ണൻകുട്ടി സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നാടക കലാകാരെല്ലാം കൂടെ കൂടി ഒരു ചെറിയ ചിത്രം ഒരുക്കുന്നു, അത് നാടക കലാകാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് എന്റെ അസോസിയേറ്റിനെ വിളിച്ചിട്ടാണ് സാർ വിളിച്ചത്. സാറിന്റെ അസോസിയേറ്റ് ആരെങ്കിലും ഒന്ന് വിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനും അന്ന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ തന്നെ വന്ന് ചെയ്തു തരാം. ആ ഒരു തുടക്കം ഇങ്ങനെ ഒരു വലിയ ചിത്രത്തിലേക്ക് അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു ബന്ധം വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. കാലം പറഞ്ഞ കഥ ഞങ്ങൾ സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ കഥ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ പേരിന്റെ കൂടി ഇപ്പോഴും സിറ്റി ട്രാഫിക് കിടക്കുന്നത്. സിറ്റി ട്രാഫിക് എന്ന പേര് ഇട്ടതിന് ശേഷമാണ് ഈ കാലം പറഞ്ഞ കഥ എന്ന നാമത്തിലേക്ക് മാറിയത്. ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള അനവധി ഈ പറഞ്ഞ കൊലപാതകങ്ങളും മയക്കുമരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിയുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പല സംഭവങ്ങളുമായി അത് ഓർമ്മ വരും. ഇപ്പോൾ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരു സംഭവമായിട്ടും നമ്മുടെ ചുറ്റുപാടും നടന്ന പല കഥകളും കഥാപാത്രങ്ങളും ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇത് തികച്ചും നമ്മൾ ഈ യഥാർത്ഥ കഥാപാത്രങ്ങൾ, യഥാർത്ഥ സംഭവത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് ഒരുക്കിയ കഥയല്ല. അപ്പൊ അങ്ങനൊരു വിവാദം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പബ്ലിസിറ്റി എല്ലാം പട്ടാപ്പകൽ നടത്തിയ 6 കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള പബ്ലിസിറ്റി കാരണം ഇപ്പൊ പലരും അത് ഞങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 2 ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വിളിച്ചു. അവരുടെ വീട്ടുകാർ നമ്മളെ സമീപിച്ചു. ഫിലിം ചേംബറിൽ ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ നമുക്കതിന് പറയാനുള്ള ഉത്തരവുണ്ടായിരുന്നു. അവരതിൽ കൺവിൻസുമാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു ഒറ്റ സംഭവത്തെ ആസ്പദമാക്കിയല്ല ആ സിനിമ ഒരുക്കിയത്. ഇത് നമ്മൾ സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം